സന്തോഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ അല്ലാഹു സമ്മാനിക്കുമ്പോ, മാന്യമായ വീട് നൽകുമ്പോ, മാന്യമായ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകുമ്പോ, അവൻ ശക്കറ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇന്ന സാബതുഹു ളറാഉ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ, ബിസിനസ്സിൽ ഇടങ്ങേറുകൾ ഉണ്ടായാൽ, ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമാകുന്ന മാന്ദ്യമുണ്ടായാൽ, അവന്റെ മക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലും മരണത്തെ വരിച്ചു കഴിഞ്ഞാൽ, അവൻ ക്ഷമിക്കാൻ തയ്യാറാവുക. അള്ളാഹു നൽകിയതല്ലേ, അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാകുന്ന ഖൈറിനെ അവൻ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചെടുത്തതല്ലയോ. എന്റെ ഭാര്യയെ കൊണ്ടുപോയത് അള്ളാഹുവാണ്, എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് അള്ളാഹുവാണ്. അത് നൽകാനും ശേഷിയുള്ളവൻ അവൻ തന്നെയാണ്. ഇതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കൽപ്പുള്ളവനാണ് അല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാൻ. മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത്? സൂറത്തുൽ മുൽക്ക്. എത്ര ആയത്താണ് സൂറത്തുൽ മുൽക്കിനുള്ളത്? 30 ആയത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ. അമലിനുള്ളതാണ് ഈ പറയുന്നത്. മാസത്തിന്റെ പിറ കാണുകയാണ്. അങ്ങനെ പിറ ദൃശ്യമായി എന്നറിഞ്ഞാൽ, ഏത് മാസം അറബി മാസം പിറ കണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ഓതൽ സുന്നത്തായ ഒരു സൂക്തമാണ് ഏത്? സൂറത്തുൽ മുൽക്ക്. 30 ആയത്താണ്. ഈ 30 ആയത്ത് ആ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രിയിൽ അങ്ങ് ഓതിയാൽ അവൻ ആ മാസം മുഴുവനും ഖൈറുണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്, അതിന്റെ ആമുഖം തന്നെ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് പരീക്ഷണം ഉണ്ട് എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി മാലോകരെ ഉണർത്തുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അല്ലാഹുവിങ്കലാണ്. ഈ ലോകത്തുള്ള സൃഷ്ടികർത്താവാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്നതായ പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നൽകുന്നതായ റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാഹ്, അവന്റെ കൈകളിലാണ് അധികാരം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.